നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും NDA മുന്നണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രചരണ ഗാനം ഉൾപ്പെടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമാണ്. അതേസമയം INDA എന്ന പ്രതിപക്ഷ മുന്നണി എത്രത്തോളം ഒരുങ്ങി എന്ന ചോദ്യത്തിന് ഒട്ടും തന്നെ അവർ സജ്ജരല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. കാരണം സീറ്റ് വിഭജന ചർച്ചകളിൽ പോലും ഇപ്പോഴും കാര്യമായ വാക്ക് തർക്കങ്ങൾ അവിടുത്തെ സഖ്യകക്ഷികൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ INDA മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചോദ്യമാണ്. നമുക്കറിയാം, ഈ INDA സഖ്യം രൂപീകരിക്കാൻ അതിന് മുന്നിൽ കുട പിടിച്ച് നടന്നിട്ടുള്ളത് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് പ്രധാനമന്ത്രി മോഹമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും മല്ലികാർജുൻ ഖാർഗെയുടെ പേര് മമതാ ബാനർജി ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെ തന്റെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കാൻ ഈ നിതീഷ് കുമാർ ഒട്ടും തന്നെ മടിച്ചിരുന്നില്ല. അങ്ങനെ സ്വന്തമായി ഒരു പ്രധാനമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന നിതീഷ് കുമാറിന് പുതിയ ഒരു വെല്ലുവിളി എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, നമുക്കറിയാം, നിലവിൽ ഈ NDAക്കൊപ്പമോ INDAക്കൊപ്പമോ ചേരാത്ത നിരവധി പാർട്ടികൾ രാജ്യത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്ന് BSP തന്നെയാണ്, മായാവതിയുടെ BSP. ആ BSP ഏത് സഖ്യത്തിലേക്ക് ചേരുമെന്നതിന് കൃത്യമായ ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കാരണം മായാവതിയുടെ ജന്മദിനത്തിൽ അവർ INDA സഖ്യത്തിന്റെ ഭാഗമായേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. മായാവതിയുടെ അടുത്ത അനുയായി പറഞ്ഞ ഒരു വിവരം. അദ്ദേഹം പറഞ്ഞത് INDA സഖ്യത്തിലേക്ക് മായാവതി എത്തും, പക്ഷേ അവരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. തീർച്ചയായും ഇത് ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലം ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ചും ഒരു ദളിത് മുഖം ആയിരിക്കണം പ്രധാനമന്ത്രി എന്ന നിർദ്ദേശത്തെ തുടർന്നുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പേരുയർന്നു കേട്ടത്. എന്നാൽ ഖാർഗെ തന്നെ പരസ്യമായി വന്ന് രംഗത്ത് എത്തി പറഞ്ഞിരുന്നു തനിക്ക് പ്രധാനമന്ത്രി പദത്തിലേറണം എന്നുള്ള ആഗ്രഹമില്ല. പ്രത്യേകിച്ചും കോൺഗ്രസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിൽക്കുമ്പോൾ ഒരിക്കലും അധ്യക്ഷൻ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദം മോഹിച്ച് രംഗത്തെത്താനും സാധ്യതയില്ല. പക്ഷേ ആ സ്ഥാനത്തേക്കാണ് നിതീഷ് കുമാറിന് പുതിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മായാവതി കടന്നു വന്നിരിക്കുന്നത്. ഒട്ടും തന്നെ INDA എന്ന മുന്നണിക്ക് മായാവതിയെ അവഗണിക്കാൻ സാധിക്കില്ല. കാരണം ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള പാർട്ടി തന്നെയാണ് BSP. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10% വോട്ടുകൾ ഒറ്റയ്ക്ക് നേടിയ പാർട്ടി കൂടിയാണ്. ഈ ദളിത് മേഖലകളിലൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച രാജ്യം കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള തകർച്ചയിൽ നിന്നും കരകയറണമെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് BSPയുടെ സഹായം ആവശ്യമാണ്. കോൺഗ്രസിന് മാത്രമല്ല, INDA എന്ന മുന്നണിക്ക് തന്നെ BSP ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പ്രധാനമന്ത്രി പദം മോഹിച്ചുകൊണ്ട് വീണ്ടും ഒരാൾ കൂടി എത്തുമ്പോൾ, പ്രത്യേകിച്ചും മായാവതി എത്തുമ്പോൾ, അത് സഖ്യത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലങ്ങൾ ചെറുതായിരിക്കില്ല. അങ്ങനെ പ്രധാനമന്ത്രി മോഹികളുടെ എണ്ണം ഇപ്പോൾ INDA സഖ്യത്തിൽ വീണ്ടും ഉയർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.